നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. മേഘ എന്ന IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ എല്ലാ വിശദമായ വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇത് ഇതിനെതിരെ IB ഉദ്യോഗസ്ഥനായിരുന്ന സുഗാന്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനായി ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. മാത്രമല്ല ഇന്ന് ഈ IB ഉദ്യോഗസ്ഥൻ മേഘയുടെ അമ്മയടക്കം വിളിച്ചിരുന്നു എന്നൊരു വിശദീകരണവും വിവരണങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. തുടർ നടപടികൾ എന്താകുമെന്നാണ് നോക്കേണ്ടത്. IB ഒരു നിർണായകമായ കേസ് എടുത്തിരിക്കുകയാണ്. പേട്ട പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ IB ഈ സുഗാന്തിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ഒരു സാഹചര്യമുണ്ട്. ദിവസങ്ങൾക്ക് ഇപ്പുറം IB സുഗാന്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കാം ആ നടപടി? സസ്പെൻഷൻ ആയിരിക്കോ, ഡിസ്മിസ് ആയിരിക്കുമോ, അങ്ങനെ എന്തായിരിക്കാം? ഇതിപ്പോ രണ്ട് വിഭാഗം, അതായത് നമ്മുടെ കേരള പോലീസും അന്വേഷിക്കുകയാണ്, ഇപ്പോൾ IB അന്വേഷിക്കുകയാണ്. കേരള പോലീസിൻ്റെതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുമ്പോൾ IB കാരണം അന്വേഷിക്കാനുള്ള ഈ രണ്ടുപേരും അവരുടെ പ്രൊബേഷൻ പീരീഡിലായിരുന്നു. 1 വർഷത്തോളമായിട്ടേ ഉള്ളൂ കയറിയിട്ട്. അതിനിടയിൽ തന്നെ ഇപ്പോൾ IB എന്നുള്ള അവരുടെ ഒരു വകുപ്പിനെ അല്ലെങ്കിൽ അവരുടെ ഒരു പേരിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കേസ്. കാരണം ആ പേര് ഇപ്പോൾ എല്ലായിടത്തും മാധ്യമങ്ങളടക്കം ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ വന്നാലും ഇതിനെ തെളിയിക്കണം, അല്ലെങ്കിൽ എന്താണ്, രണ്ടുപേരും IB ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ വെച്ച് അതിനിടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് തിരുത്തേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഉത്തരം ഇവരുടെ പാരൻസിനും കൊടുക്കണം. അതുപോലെ തന്നെ ഈ കേസിനെ കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ഇതിനൊരു ഉത്തരം കിട്ടണം എന്നുള്ളത് അതൊരു വേറെ കാര്യം. അതുകൊണ്ട് തന്നെയായിരിക്കാം IBയും കൃത്യമായിട്ട് തന്നെ അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ തെളിവുകളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് IB പറഞ്ഞിട്ടുള്ളത് ഇവർക്കിടയിൽ ഈ ഒരു ആഭ്യന്തര ചട്ടം ലംഘിച്ചു, ഈ IB വകുപ്പിനുള്ളിൽ നിൽക്കുന്നതാണ്, ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് നടത്താൻ പാടില്ല എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്ര. ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ തന്നെ ഇത്തരത്തിലുള്ള പണമിടപാട് നടത്താൻ പാടില്ല എന്നുള്ളത് അത് അവരുടെ ഒരു ആഭ്യന്തര ചട്ടമാണ്. പക്ഷെ അതിവിടെ ലംഘിച്ചിരിക്കുകയാണ്. കാരണം കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൊക്കെ കൃത്യമായിട്ട് പൈസ ഇങ്ങനെ, അതും സാലറി കയറുന്നു, ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി മാസത്തെ സാലറി പോലും കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ചട്ടലംഘനമാണ് ഇപ്പോൾ ഈ ഒരു സുഗാന്ത് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് IBക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെ അച്ഛൻ കൈമാറിയിട്ടുണ്ട്, അത് ഇവരുടെ കയ്യിലുണ്ട്. ഇനി സുഗാന്തിന്റെ കൂടി എടുക്കേണ്ടതുണ്ട്. ഈ ഒരു പണം സുഗാന്തിന്റെ അക്കൗണ്ടിലോട്ട് വന്നതിന്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ എടുക്കേണ്ടതുണ്ട്. അതും ഇനി കണ്ടെത്താനുള്ള നീക്കങ്ങളിലായിട്ടാണ് IB കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു നടപടി, എന്തൊരു നടപടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യതയില്ല. അതിനി സുഗാന്തിനെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും കിടക്കുക. എന്തായാലും ഒരു നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല ഇപ്പോൾ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഈ അച്ഛൻ ഈ മൊഴി നൽകിയിട്ടുള്ളതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ബാങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സംശയം എന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണല്ലോ അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ പ്രൊബേഷണറി പീരീഡിലാണ് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏജൻസിക്ക് പിരിച്ചുവിടാനുള്ള എല്ലാ അധികാരവും ഉണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയില്ലെങ്കിൽ, സുഗാന്തിന്റെ പേരിൽ ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തായാലും പണി കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ സുഗാന്തിന് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നീടൊക്കെ നമുക്കറിയാലോ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഒരുപക്ഷെ പിന്നെ അകത്താവും, പിന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇതിനുള്ളിൽ ഒരു ചട്ടലംഘനം, ആഭ്യന്തര ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് IBക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എനിക്കൊരു സംശയം, ഇതുവരെയായിട്ടും ഇപ്പോൾ സുഗാന്തിനെതിരെ വേറെ ആളുകളൊന്നും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം വൈകുന്നത് പിടിക്കാനായിട്ട്? എന്തായാലും ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ വിമാനത്താവളങ്ങൾ വഴി എന്തായാലും ഒന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പോകാനുള്ള സാധ്യതയില്ല. പിന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനല്ല, ഒരു IB ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രൊബേഷൻ പീരീഡ് പോലും വേണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് IB ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞു വിടാൻ പോലും കഴിവുന്ന ആ വിധത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സപ്പോർട്ടീവായിട്ട് എല്ലാ വിമാനത്താവളത്തിലും അയാൾക്ക് ആളുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. പക്ഷെ എന്നാലും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം ഈ ഒരു വ്യക്തി, ഈ സുഗാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി കള്ളത്തരമൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പണമിടപാട് നടത്തി എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത്തരം മറ്റ് കള്ളത്തരവോ കളവോ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തിനൊളിക്കണം എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. എന്തിനൊളിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യം. ഒരുപക്ഷെ എന്തായാലും ഈ പറയുന്ന പോലെ ഈ ആത്മഹത്യ പ്രേരണയാണല്ലോ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസിലായാലും ദിവ്യ PP ആയിരുന്നാലും അത് തന്നെയാണ് സംഭവിച്ചത്. ആത്മഹത്യ പ്രേരണയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതേപോലെ ഈ പ്രേരണ നടത്താനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ 7 മണിക്ക്, അതായത് മാർച്ച്
മാർച്ച് 24-ാം തീയതിയാണ് പേട്ട മേൽപ്പാലത്തിന് സമീപത്തായിട്ട് ഈ മേഘ മരിക്കാനായിട്ട് ഇടയാകുന്നത്. 24-ാം തീയതി 10 മണിയോടുകൂടിയാണ് മൃതശരീരം കണ്ടെത്തുന്നത്. 7 മണിയോടുകൂടി, അന്ന് രാവിലെ 7 മണിക്ക് അമ്മയെ വിളിച്ചതാണ്. പിന്നെ ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും സുഗാന്തിന്റെ ഫോണാണ് അമ്മയ്ക്ക് കിട്ടുന്നത്. സുഗാന്തിന്റെ ഫോൺ അമ്മയ്ക്ക് ലഭിക്കുമ്പോൾ അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹലോ എന്ന് ചോദിക്കുമ്പോൾ സുഗാന്ത് പറയുന്നു, മേഘ ഹോസ്റ്റലിൽ എത്തിയ വല്ല വിവരവും അറിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. മേഘ ഹോസ്റ്റലിൽ എത്തിയതിനെ കുറിച്ച് വല്ല വിവരം അറിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ടായിരിക്കാം, ഇങ്ങേ തലത്തിൽ മേഘ പറയുന്നുണ്ടായിരിക്കാം, ഞാൻ ആത്മഹത്യ, ഞാൻ ഇപ്പോൾ ട്രെയിനിന് മുന്നിൽ ചാടുമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു പക്ഷേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി കാണുമായിരിക്കും തൊട്ടടുത്ത നിമിഷം തന്നെ. അപ്പോൾ ഇയാൾ വിളിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ ഇയാൾക്ക് എന്തോ ഭയം തോന്നിയിട്ടാണ് ഉടനെ തന്നെ മേഘയുടെ അമ്മയെ വിളിച്ചത്. കാരണം ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ മേഘ അമ്മയെ വിളിക്കുമെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ടുകൂടി ആയിരിക്കണം ഇയാൾ ഉടനെ തന്നെ മേഘയുടെ അമ്മയെ വിളിച്ചത്, നിഷ ചന്ദ്രൻ എന്ന് പറയുന്ന അമ്മയെ വിളിച്ചതെന്ന് പറയുന്നത്. അമ്മ ഏറ്റവും കൂടുതൽ കരഞ്ഞത് കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കോട്ടയം കളക്ടറേറ്റിലാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് എപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് അമ്മ വീട്ടിലേക്ക് വരാറുള്ളത്. അപ്പോൾ ഈ മേഘയും അവിടേക്ക് പോകും. അമ്മ പുതിയ വസ്ത്രങ്ങളും പുതിയ കുപ്പായങ്ങളും മധുരപലഹാരങ്ങളൊക്കെ വാങ്ങി മോളെ എപ്പോഴും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒടുവിൽ മേഘയുടെ മൃതശരീരം കണ്ടപ്പോൾ അമ്മ ആ കുപ്പായം നെഞ്ചോട് ചേർത്ത് വെച്ചാണ് പൊട്ടിക്കരഞ്ഞത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ആ വിഷമം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. എന്നാലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അമ്മ പറയുകയാണ്, ഞാൻ എൻ്റെ മകൾക്ക് നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടുമെന്ന കാര്യം പറയുകയാണ്. എന്തായാലും മറ്റൊരു വാർത്ത ഞാൻ വായിച്ചപ്പോൾ കേട്ടത്, വിവാഹം, അതായത് ഈ മേഘയുടെ വിവാഹം നടത്താനായിട്ട് വീടെല്ലാം മോടി പിടിപ്പിച്ച് പെയിന്റ് അടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഈ വർഷം അവസാനത്തോടു കൂടി വിവാഹം നടക്കേണ്ടിയിരുന്ന വീടായിരുന്നു അതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അച്ഛൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചു, പക്ഷേ ഈ സുഗാന്തിന്റെ വീടുമായി പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാനോ അച്ഛനെ വിളിക്കാനോ ഒന്നും തന്നെ ഈ മകൾ സമ്മതിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി സുഗാന്തിന്റെ വീടും പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന അച്ഛന് എനിക്ക് തോന്നുന്നു ഈ ടൂൾസിന്റെ ഒരു കട, സ്വന്തമായ ഒരു ഷോപ്പുണ്ട്. അമ്മ റിട്ടയർഡ് അധ്യാപികയാണ്. അടുത്തുള്ള അയൽവാസികളുമായിട്ടൊന്നും വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു സഹോദരൻ, അച്ഛന്റെ ഒരു സഹോദരനാണ്. ആ പുള്ളിയായിട്ട് അദ്ദേഹമായിട്ടും വലിയ കണക്ഷൻ ഇവർക്കില്ല. വളരെ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്, ഈ മേഘ മരിക്കുന്ന 24-ാം തീയതി 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മേഘയുടെ മൃതദേഹത്തിന്റെ ഒക്കെ ഒരു ശവസംസ്കാര ചടങ്ങൊക്കെ പൂർത്തിയായത്. അതിനുശേഷമാണ് ഈ മേഘയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മേഘയ്ക്ക് ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, അന്ന് ഇത്തരത്തിലൊരു മൊബൈൽ ഫോണിന്റെ ഒരു കോൾ വന്നത് അത് ചിലപ്പോൾ സുഗാന്ത് ആയിരിക്കാമെന്ന് പറയുന്നത്. അന്ന് മുതൽ, ആ നിമിഷം മുതൽ, അതായത് 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മുതൽ സുഗാന്തിനെയും സുഗാന്തിന്റെ ഫാമിലിയെയും അവിടെ നിന്ന് മിസ്സായിരിക്കുകയാണ്. മലപ്പുറത്തെ എടപ്പാട്ടുള്ള ഇവരുടെ വീട്ടിൽ നിന്നും ഈ 3 പേരെയും അവിടെ നിന്ന് മാറുന്ന അല്ലെങ്കിൽ മിസ്സായി പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് അതിന് മുൻപ് ഈ നമ്മുടെ മേഘ മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ ഇയാൾ ആത്മഹത്യ പ്രേരണ നടത്തി എന്നുള്ളതാണ് പറഞ്ഞത്. സുഹൃത്തുക്കളുടെ മുന്നിൽ നാടകം നടത്തിയിരുന്നു. എന്നിട്ട് ഈ സുഹൃത്തുക്കൾ എറണാകുളത്തു നിന്നും ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മലപ്പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇയാൾ എങ്ങോട്ടാണ് പോയിരുന്നത് ഈ അവിടെ നിന്ന് സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. അന്ന് തലേ ദിവസം സുഹൃത്തുക്കളടക്കം വീട്ടിലുണ്ട്. കാരണം പേടിയാണ്, ഇയാൾ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ഇയാളുടെ പേര് പറയാതെ മലപ്പുറത്തുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ വാർത്ത വരുന്നത്, ഓർമ്മയുണ്ടാവുന്നത്. അപ്പോൾ തന്നെ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കാര്യങ്ങളൊക്കെ തന്നെ എന്നിലേക്കാണ് വരുന്നതെന്ന് വളരെ വ്യക്തമായതിന് പിന്നാലെയാണ് ഇയാൾ ആ വീട് അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം ഇയാൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല, അത് വൈകുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിലെ അതിന്റെ ഡീറ്റെയിൽസ് പല സംശയങ്ങളെന്ന് പറഞ്ഞിട്ട് പല മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. സുഗാന്തിനെ വിളിച്ചിരിക്കുന്നത്, ഇത്ര കോൾ വിളിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതിൽ എന്താണ് സംസാരിച്ചിട്ടുള്ളത് അതിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതാണല്ലോ. സൈബർ വിദഗ്ധരൊക്കെ നമ്മുടെ അവിടെയൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷെ അതെന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം കൂടെ വന്നിട്ടില്ല. ഒന്നെങ്കിൽ ഇനിയിപ്പോൾ അത് അറിയണമെങ്കിൽ ഈ ഡീറ്റെയിൽസ് കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന സുഗാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അയാൾ എത്രത്തോളം സത്യം പറയും എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും ഈ 2 കൂടെ ഇനി വന്നു കഴിഞ്ഞാൽ അത് കേസിൽ കൂടുതൽ നിർണായകമാകും. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായാലും പോലീസടക്കം ആദ്യം പറഞ്ഞിട്ട് ഇതൊരു ആത്മഹത്യ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നുള്ളത് പോലീസ് എന്തായാലും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അത് വരും ദിവസങ്ങളിൽ വരാല്ലേ? തീർച്ചയായിട്ടും, കാരണം കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങൾ ഈ ഒളിത്താവളത്തിൽ ഇരുന്നുകൊണ്ട് ഈ ജാമ്യത്തിന് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു അറിവുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് ഹൈക്കോടതിയിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് നേരിട്ട് ഹാജരാകാനാണ് സാധ്യത. വരും ദിവസങ്ങൾ എനിക്ക് നാളെയോട് കൂടി തന്നെ ഈ ഒരു കേസിൽ ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് പേട്ട പോലീസിന് അച്ഛൻ കൃത്യമായ വിവരം കൈമാറിയിട്ടുണ്ട്, സുഗാന്തിനെതിരെ മൊഴി നൽകിയിട്ടുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നടപടികൾ വളരെ വേഗത്തിലാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏതായാലും ഒരു പ്രണയ നൈരാശ്യത്തിൽ ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇതിനെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇതിന്റെ ഓരോ കൂടുതൽ ഡീറ്റെയിൽസും ഈ പറയുന്ന സാമ്പത്തിക ചൂഷണത്തിലടക്കം ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇനി ഈ പറയുന്ന പ്രതിയെന്ന് സംശയിക്കുന്ന ഈ സുഗാന്തിനെ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കും കാത്തിരുന്നതാണ്.